ഇപ്പം ലിവറിൻ്റെ വീക്ക്നെസ് കൊണ്ട് വരുന്ന ഒരു മെറ്റബോളിക് ഡിസോർഡറാണ് ശരിക്കും യൂറിക് ആസിഡിൻ്റെ പ്രയാസം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മെഡിസിൻ കഴിക്കുമ്പോൾ ടെമ്പററി റിലീഫ് കിട്ടാൻ കാരണം. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ കാരണം എന്നും ഏതൊക്കെ രൂപത്തിൽ നമുക്കത് പരിഹരിക്കാം എന്നുള്ളത് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ഞാൻ ഡോക്ടർ സയ്യിദ് മോഹസിൻ, ചീഫ് കൺസൾട്ടിംഗ് ഫിസിഷ്യൻ, ഗ്ലോബൽ യുനാനി ഹോസ്പിറ്റൽ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ യൂറിക് ആസിഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെറ്റബോളിക് ഡിസോർഡർ ആയിട്ട് നമുക്കറിയാം. യൂറിക് ആസിഡ് ഉണ്ടാവുന്നത് പ്യൂരിൻ മെറ്റബോളിസം കൊണ്ട്. നോർമലി നമ്മുടെ ബോഡിയിൽ 70 മുതൽ 80% വരുന്ന ഫുഡിലൂടെ അല്ല വരുന്നത്. 70% മുതൽ 80%, അതായത് 80%-ഓളം പ്യൂരിൻ പ്രൊഡക്ഷൻ നടക്കുന്നത് ബോഡിയിലൂടെയാണ്. ഇത് എല്ലാ കാലത്തും ഉള്ളതാണ്, പെട്ടെന്ന് വന്ന സംഭവമല്ല. യൂറിക് ആസിഡ് ജനിച്ചത് മുതലേ നമ്മുടെ കാര്യം ബോഡിയിലുള്ളതാണ്. പക്ഷെ ഇത് എപ്പോഴാണ് പുറത്തു വരുന്നത്? ലിവറിന് പ്രോപ്പറായിട്ട് യൂറിക് ആസിഡിൻ്റെ പ്യൂരിൻ മെക്കാനിസം, ശരീരത്തിൽ ഒരുപാട് കോശങ്ങൾ പുതുതായിട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ നശിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പുതുതായിട്ട് നശിക്കുകയും വരുന്നതിൻ്റെയും റേഷ്യോസ് പ്രോപ്പറായിട്ട് അത് ക്ലിയർ ചെയ്യുകയും പറ്റുന്നില്ലെങ്കിൽ അവിടെ ലിവറിന് വരുന്ന വീക്ക്നെസ് കൊണ്ടാണ് യൂറിക് ആസിഡ് എക്സസ് ആയിട്ട് ബ്ലഡിൽ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ അത് കിഡ്നിയിൽ പ്രോപ്പറായിട്ട് ഫിൽട്ടർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഇത് രണ്ടുമാണ് യൂറിക് ആസിഡ് വ്യാപകമായിട്ട് വർദ്ധിക്കാനുള്ള കാരണം. അതായത് അടിസ്ഥാന കാരണം ലിവറിൻ്റെ വീക്ക്നെസ് ആണ്. അപ്പോൾ അത് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് യൂറിക് ആസിഡ് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും. യൂറിക് ആസിഡിൻ്റെ റിപ്പീറ്റ് ആയിട്ടുള്ള ബുദ്ധിമുട്ട്. രണ്ടാമത്തെ കാര്യം, നേരത്തെ പറഞ്ഞ പോലെ യൂറിക് ആസിഡിൻ്റെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ചില പേഷ്യൻസ് പറയും, ഡോക്ടർ എനിക്ക് 8.9 ഉണ്ടെന്ന് പറയും. വലിയ കുഴപ്പങ്ങളും സിംറ്റംസും. ചില ആൾക്കാർക്ക് 6 ബിലോ നോർമൽ ആയിരിക്കും, ജസ്റ്റ് അബ്നോർമലിന് ബിലോ ആയിരിക്കും. പക്ഷെ എന്താണ്, അവർക്ക് പ്രയാസങ്ങൾ, സിംറ്റംസ് സിവിയർ ആയിരിക്കും. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ കാരണങ്ങൾ ഓരോരുത്തരും ബോഡിയുടെ നേച്ചർ അനുസരിച്ചിട്ടും ബോഡിയുടെ മിസാജിനനുസരിച്ചാണ് ഈ പ്രയാസങ്ങൾ സിവിയറിറ്റി തീരുമാനിക്കുന്നത്. ഇനി അടുത്ത നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, എല്ലാവരും യൂറിക് ആസിഡ് വരുമ്പോൾ കോമൺ ആയിട്ട് ഒഴിവാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് റെഡ് മീറ്റ്, നിർബന്ധമായിട്ട് ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ ഓർഗൻ മീറ്റ്, അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഷെൽ ഫുഡ് കാര്യങ്ങളും നമുക്ക് കോമൺ ആയിട്ട് അറിയാം. പക്ഷെ അറിയാത്ത, ശ്രദ്ധിക്കപ്പെടാത്തൊരു സാധനമാണ് ബേക്കറി ഐറ്റംസ്. ബേക്കറി ഐറ്റംസിൻ്റെ ഇമ്പോർട്ടൻറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബേക്കറി ഐറ്റംസും യൂറിക് ആസിഡും അല്ലെങ്കിൽ ഫാറ്റി ലിവറായിട്ടൊക്കെ ഡയറക്റ്റ് കണക്ഷൻ വരുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ബേക്കറി ഐറ്റംസിൽ പിന്നെ ആർട്ടിഫിഷ്യൽ ഷുഗറായിട്ട്, അല്ലെങ്കിൽ ഷുഗറിന് പഞ്ചസാരക്ക് പകരമായിക്കൊണ്ട് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പാണ്. ഈ പറയുന്ന ഫ്രക്ടോസിൻ്റെ ഡൈജഷൻ നടക്കുന്നത് ലിവറിലാണ്. അപ്പോൾ ഫ്രക്ടോസിൻ്റെ ഡൈജഷൻ ലിവർ നടക്കുമ്പോൾ ലിവറിന് എക്സ്ട്രാ സ്ട്രെയിൻ എടുക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഓവറായിട്ട് പ്യൂരിൻ പ്രൊഡക്ഷൻ ഉണ്ടാവുകയും ചെയ്യും. ഇത് മാത്രമല്ല ഫ്രക്ടോസ് ചെയ്യണത്. ഫ്രക്ടോസിൻ്റെ സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ്? കിഡ്നി ഓവറായിട്ടുള്ള പ്യൂരിൻ എക്സ്ക്രീറ്റ് ചെയ്യും. യൂറിക് ആസിഡ് ഒഴിവാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അത് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഇത്തരത്തിൽ നമ്മൾ അറിയാതെ, നമ്മളെല്ലാവരും യൂറിക് ആസിഡ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ റെഡ് മീറ്റ്സും ഷെൽ ഫുഡും പൂർണ്ണമായിട്ട് ഒഴിവാക്കും. പക്ഷേ ഈ പറഞ്ഞ ബേക്കറി ഐറ്റംസ് പൂർണ്ണമായിട്ട് മാറ്റില്ല. അപ്പോൾ എപ്പോഴും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് എന്താണ്, യൂറിക് ആസിഡ് ഹൈ തന്നെയായിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലുള്ള മെറ്റബോളിക് ഡിസോർഡർ നമ്മൾ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് യൂറിക് ആസിഡ് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. യൂറിക് ആസിഡിൻ്റെ കോമൺ ആയിട്ടുള്ള സിംറ്റംസ് എല്ലാവർക്കും അറിയാൻ പറ്റും. കാരണം എന്താണ്, സിവിയർ ആയിട്ടുള്ള പെയിൻ ഉണ്ടാവും, ജോയിൻസിലൊക്കെ അതികഠിനമായ പെയിൻ ഉണ്ടാവും. പക്ഷെ അത് ആ പറഞ്ഞ ബുദ്ധിമുട്ട് ക്ലിയർ ആവുന്നതോടുകൂടി എന്ത് ചെയ്യും, ആ ബ്ലഡ് ക്ലിയർ ആവുന്നതോടുകൂടി തന്നെ ആ പ്രയാസം, ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഏറ്റവും പ്രധാനം എന്താണ്, ലിവറിൻ്റെ ഫങ്ഷൻ, ലിവറിൻ്റെ ഹെൽത്ത് ക്ലിയർ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത്, ലിവറിൻ്റെ ഹെൽത്ത് ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രൈമറി ചെയ്യേണ്ടത്. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യം എന്താണ്, നമ്മുടെ ബോഡി വെയിറ്റ് കുറയ്ക്കുക. ഇപ്പോൾ ഹെവി ആയിട്ടുള്ള ഒബേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു 10 to 50% കുറയ്ക്കുകയാണെങ്കിൽ തന്നെ നല്ല ചേഞ്ചസ് കണ്ടുവരാറുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ആൻറ്റി ഓക്സിഡൻ്റൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഉദാഹരണത്തിന് നമ്മളിപ്പോൾ കൂടുതലായിട്ടുള്ള ബെറീസ് കോസ്റ്റ്ലി ആണെങ്കിൽ വാങ്ങാൻ പറ്റുന്ന പുറത്തുള്ള ആൾക്കാർക്കൊക്കെയാണെങ്കിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കാം. രണ്ടാമത്തെ ഏറ്റവും സിമ്പിളായിട്ട് വരുന്ന ആട്ടിക്കിട്ട ഇന്ത്യൻ ബെറി ആയിട്ട് അറിയപ്പെടുന്ന നെല്ലിക്ക, ഡെയിലി 2 എണ്ണം വെച്ച് ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് ഒന്നിടവിട്ട ദിവസങ്ങളിലോ പിന്നെ യൂറിക് ആസിഡിൻ്റെ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ ഡെയിലി കുടിക്കുന്നതോ നല്ല എഫക്റ്റീവാണ്. കാരണം എന്താണ്, പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് നടക്കും. അതുപോലെ തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ബാർലിയുടെ വാട്ടർ, ഡെയിലി എന്ത് ചെയ്യുക, ഒരു 2 ടീസ്പൂൺ ബാർലി വെള്ളം തിളപ്പിച്ചതിന് ശേഷം അത് ഡെയിലി 2 നേരമായിട്ട് കുടിക്കുക. അതെന്ത് ചെയ്യും, ഈ യൂറിക് ആസിഡിൻ്റെ പ്രൊഡക്ഷൻ കുറയാൻ ഹെൽപ്ഫുള്ളാണ്. ഈ രൂപത്തിൽ നമ്മൾ അതിൻ്റെ കാരണം അറിഞ്ഞുകൊണ്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് യൂറിക് ആസിഡിൻ്റെ ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി യൂറിക് ആസിഡിൻ്റെ ഈ ടെമ്പററി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അത് വീണ്ടും വരും. ആ മെഡിസിൻ കഴിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ്, നേരത്തെ പറഞ്ഞല്ലോ, എന്താണ് എൻ്റെ ഈ യൂറിക് ആസിഡിൻ്റെ അല്ലെ ഏതൊക്കെ ടൈപ്സ് ആണ് എനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യാതെ നമ്മൾ ട്രീറ്റ് ചെയ്തുകൊണ്ട് യാതൊരു കാര്യമില്ല. ബേസ് അതിൻ്റെ എന്താണ് റൂട്ട് ഓഫ് കോസ് നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത്
പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും. ഇനി യൂറിക് ആസിഡുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും കൺസൾട്ടേഷനും വേണ്ടി നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി മറ്റൊരു ഹെൽത്ത് വിഷയമായിട്ട് കാണാം. നന്ദി.